ചായ കുടിക്കും മോനെ. നീ ഇങ്ങനെ പേടിച്ചിരുന്ന് നടന്നതൊക്കെ സിദ്ധുവിനെയും ദേവികയും ഒന്നും അറിയിക്കരുത്. ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. മോനെ, നിന്റെ മനസ്സ് എത്രമാത്രം പേടിച്ചും വിഷമിച്ചുമായി ഇരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. ഇന്നലെ അമ്മയോടൊക്കെ പറഞ്ഞില്ലേ? ഇനി നീ മനസ്സിനെ വിഷമിപ്പിക്കരുത്. ഋഷിയുടെ കാര്യമൊക്കെ ഇനി അങ്ങ് മറന്നേക്കണം. ഡിവൈഎസ്പിയും പറഞ്ഞതല്ലേ ഇനി നിങ്ങൾ പേടിക്കണ്ടെന്ന്. ഋഷിയുടെ കേസില് ഇനി നിങ്ങളുടെ നേരെ ഒരു അന്വേഷണവും വരില്ല. നന്ദന് ചായ കൊടുക്കാൻ വന്നതാ. ഇപ്പൊ ചായ തരാം കേട്ടോ. അമ്മേ, അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? ഏയ്, ഞാൻ നന്ദനോട് പറയായിരുന്നു വിഷമമൊക്കെ മാറ്റി കമ്പനി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ. മോള് റെഡിയായിട്ട് താഴേക്ക് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. അമ്മേ, അമ്മ ഋഷിന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഋഷിന്നോ? ഏയ്, എന്താ അങ്ങനെ ചോദിച്ചേ? അമ്മ ഋഷിന്നോ കേസെന്നോ അങ്ങനെ എന്തോ പറയും പോലെയൊക്കെ തോന്നി. തോന്നിയതാ? നിങ്ങള് എപ്പോഴും ഋഷിയുടെ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് തോന്നിയതാ. മോനെ ചായ കുടിക്കേ. മോള് റെഡിയായി വാ. നന്ദു, മൈൻഡൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? പതിവില്ലാതെ അമ്മ എന്തിനാ നന്ദുവിന് ചായയൊക്കെ ആയിട്ട് വന്നേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്കും രാവിലെ തന്നെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടായിരിക്കും. ഞാൻ റെഡിയാവട്ടെ. ചേച്ചി, സോറി. ഇന്നലെ ഞാൻ അങ്ങനൊരു അവസ്ഥയിലായിരുന്നു. ഇനി ആവർത്തിക്കില്ല ചേച്ചി, സത്യമായിട്ടും ആവർത്തിക്കില്ല. നീ ആവർത്തിക്കുകയോ ആവർത്തിക്കാതിരിക്കുകയോ എന്തോ ആയിക്കോ, പക്ഷെ ഈ വീട്ടിലെ താമസം വേണ്ട. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണം. ചേച്ചി, നാട്ടുകാര് ബഹുമാനത്തോടെ കാണുന്നൊരു വീടാ ഇത്. ബലരാമന്റെ വീട്. കള്ളു കുടിച്ച് ഓടെ കിടക്കുന്ന ഒരുത്തൻ ഈ തേവക്കാട് ഇനി വേണ്ട. എടുക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വേഗം ഇവിടുന്ന് പൊയ്ക്കോ. ചേച്ചി, ഞാൻ ഒന്നും പറയണ്ട. ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്, അതാ നല്ലത്. ചേച്ചി, നീ ഉണരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇല്ലെങ്കിലേ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പറ, ഞാൻ പൊക്കോളാം. വിടടാ, ദേഹത്ത് തൊട്ടുപോവരുത്. നമ്മൾ തമ്മില് ഇനി ഒരു ബന്ധവും ഇല്ല. അനിയനാണെന്ന് കരുതി പലതിനും ഞാൻ കണ്ണടച്ചു.
അറിയാതെ ചില കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു. കള്ളുകുടിയും കമ്പനി കൂടലും ഒക്കെ അവസാനിപ്പിച്ചെന്നും പാർട്ടി പ്രവർത്തനവുമായി മര്യാദയ്ക്ക് നടന്നോളാന്നും എന്റെ തലേ തൊട്ട് സത്യം ചെയ്തേലേ നീ. എന്ത് വേണമെങ്കിലും ആയിക്കോ നീ. പക്ഷേ ബാലുവിന്റെ പേര് ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ചന്ദ്രോത്തേക്ക് പോ. സ്വന്തം കൂടപ്പിറപ്പിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലും അവിടെ തരാൻ എനിക്ക് ഒരുപാട് പേരുണ്ട്. ചേച്ചി ചേച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി, ഞാൻ ചേച്ചിക്ക് തന്ന വാക്ക് മനഃപൂർവ്വം തെറ്റിച്ചതല്ല. സാഹചര്യം അങ്ങനെ ആയിരുന്നു. നിന്റെ സാഹചര്യമൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ത്യാഗരാജ. പഴയ കൂട്ടുകാരെയൊക്കെ കിട്ടിക്കാണും. അവര് കള്ളു കുടിക്കാൻ നിർബന്ധിച്ചു, നീ കമ്പനി കൊടുത്തു. ചേച്ചി അങ്ങനല്ല ഞാൻ കൂട്ടുകാരെ നിന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു എന്നല്ലേ പറയാൻ വരുന്നേ? പിന്നെ കൂട്ടുകാരെ പിടിച്ച് വായിലേക്ക് ഒഴിച്ചു തരികയല്ലേ? അവസാനം ലിവറൊക്കെ പോയി കിടക്കുമ്പോ കുടിപ്പിച്ചവരാരും കൂടെ കാണില്ല. കുടിച്ചവന്റെ വീട്ടുകാരായിരിക്കും അനുഭവിക്കുന്നത്. ചേച്ചി അതൊന്നും അല്ല കാരണം. പിന്നെ പറ, ഇങ്ങനെ മൂക്കറ്റം മദ്യപിച്ച് വഴി കിടക്കാൻ വേറെ എന്തായിരുന്നു കാരണം? അത് ഒന്ന് പറ. എന്നെ ഒരാൾ തല്ലി. ഓ, ഒരാള് തല്ലിയപ്പോഴേക്കും കുടിച്ചു ബോധമില്ലാതായി അല്ലേ? നീ എത്ര പേരെ തല്ലിയേ കൊല്ലുവരെ ചെയ്തിട്ടില്ലേ? കർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് ഞാൻ പറയാറില്ലേ? എല്ലാ വില്ലന്മാരുടെയും ഗതി ഇതാ. ഒരു വീഴ്ച തുടങ്ങുമ്പോ പണ്ട് നോവിച്ച് വിട്ടവര് പത്തിയെടുക്കും. എന്റെ ശത്രുക്കളൊന്നും അല്ല എന്നെ തല്ലിയത്. പിന്നെ വേണ്ട ചേച്ചി, ചേച്ചി അത് അറിയണ്ട. എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ ഒന്ന് പറ. അരുന്ധതി മാഡം എന്നെ തല്ലിയത്. ഏതരുന്ധതി? പ്രഭാവതിയുടെ? ആ, അരുന്ധതി മാഡം എന്നെ തല്ലി. അതും ആ സിപിയുടെ മുമ്പിൽ വെച്ച്. ആകെ നാണം കിട്ടു പോയി ചേച്ചി. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആ നിമിഷം എന്റെ അന്ത്യ. നീ പറയുന്നത് സത്യാണോ? എടാ, നിന്നോടല്ലേ ചോദിച്ചത്, നീ പറഞ്ഞത് സത്യാണോന്ന്? ആ, അതെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാലോചിക്കുമ്പോഴേ എനിക്ക്. നീ ആലോചിക്കണ്ട, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. ചേച്ചി വേണ്ട. ഞാൻ നിന്നോട് 100 ആവർത്തി പറഞ്ഞിട്ടുള്ളതാ, ആ അരുന്ധതിയുമായിട്ട് ഒരു അടുപ്പം വേണ്ടാന്ന്. പാർട്ടിയുമായി ബന്ധമുള്ള ആളായി പോയതുകൊണ്ടാ പലപ്പോഴും കണ്ണടച്ചത്. പാവം പ്രഭാവതിയെ ഏതൊക്കെ തരത്തില് ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചു. എന്നിട്ടിപ്പോ എന്റെ അനിയന്റെ നേർക്കും കൈയോങ്ങിയല്ലേ? അതെ, എന്നെ കൂടി തല്ലുന്ന പോലെയാ. ഞാൻ ചോദിച്ചോളാം. ചേച്ചി അതൊന്നും വേണ്ട. അരുന്ധതി നിന്നെ തല്ലാൻ കാരണം എന്താ? അത് ചേച്ചി അത് വേണ്ട, വിട്ടേക്ക്. ചോദിച്ചതിന് ഉത്തരം പറ, എന്തിനാ തല്ലിയെന്ന്? അല്ല, ഋഷിയെ കാണാനില്ലല്ലോ. അതിന്റെ ഒരു വെപ്രാളത്തിലാ അവരെന്നെ തല്ലിയത്. പോലീസിൽ കേസ് കൊടുത്തിട്ട് ഒന്നും കിട്ടിയില്ല. പലരും സംസാരിക്കുന്ന കൂട്ടത്തില് അവൻ മരിച്ചുപോയതാവാൻ സാധ്യതയില്ലാന്ന് ഞാൻ പറഞ്ഞു. അതിനാ അടിച്ചത്. ഋഷിയെ കുറിച്ച് പറഞ്ഞതിനാണല്ലേ നിന്നെ തല്ലിയത്? അവരുടെ മോൻ പ്രഭാവതി ആക്ഷേപിച്ചതുപോലെ വേറെ ആരെയെങ്കിലും അവഹേളിച്ച് കാണും. അതിന് അവന് തിരിച്ചടി കിട്ടിയതിന് നിന്നോടാണോ ദേഷ്യം തീർക്കുന്നേ? ചേച്ചി അത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. മാഡം, ഇന്നലെ അപ്പോയിന്റ്മെന്റ് എടുത്ത കരുണാകരൻ നേരെ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓ ശരി മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വരണം. ഓ
മാഡം തിരക്കിലാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് അടുത്ത ദിവസം വരാം. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. ഇരിക്കണം. ഓ, താങ്ക് യു മാഡം. പറയണം, എന്താ കാര്യം? ഞാൻ പുകഴ്ത്തുകയാണെന്ന് കരുതരുത്. എവിടെയും മാഡത്തിന്റെ കഴിവിനെ കുറിച്ചും മാഡത്തിന്റെ ദീർഘവീക്ഷണത്തെ കുറിച്ചേ കേൾക്കാനുള്ളൂ. സന്തോഷമുള്ള കാര്യമാണല്ലോ. എന്തിനിപ്പ എന്നെ കാണാൻ വന്നേ? അല്ല, ഞാനൊരു ബിസിനസ്സുകാരനാ. ആ, മാഡത്തിന്റെ മണ്ഡലത്തിൽ, അതായത് രാമപുരത്ത്, കോടികൾ മുതൽ മുടക്കി ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. തീർച്ചയായിട്ടും വ്യവസായം തുടങ്ങാൻ രാമപുരം തിരഞ്ഞെടുത്തതിന് വലിയ സന്തോഷവും നന്ദിയുണ്ട്. ഓ ഓ എന്ത് സഹായം ചെയ്യാനും MLA എന്ന നിലയിൽ ഞാൻ കൂടെ ഉണ്ടാവും. ഓ അറിയാലോ, വ്യവസായ സൗഹൃദ ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഒരു മിനിറ്റ്, സാറിന് കുടിക്കാൻ ചായ, കോഫി? അയ്യോ, ഒന്നും വേണ്ട. മാഡത്തിന്റെ സംസാരം കേട്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. മാഡം, ഇതാണ് എന്റെ പ്രപ്പോസൽ. സ്ഥലമൊക്കെ പർച്ചേസ് ആയിട്ടുണ്ടോ? എവിടെയാ സ്ഥാപനം ആരംഭിക്കുന്നത്? എന്തു തരം വ്യവസായം സാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്? രാമപുരത്ത് വിളപ്പിൻകോടാണ് എന്റെ സ്ഥാപനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗുഡ് ഗുഡ്. പിന്നെ സ്ഥലമൊക്കെ നേരത്തെ പർച്ചേസ് ചെയ്തു. സിദ്ധാർത്ഥ സാർ MLA ആയിരുന്നപ്പോഴാ പ്രപ്പോസൽ കൊടുത്തത്. സ്ഥാപനം ഏതായിരുന്നു? വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി. സാറാണോ KK നായർ, KK ഗ്രൂപ്പിന്റെ MD? അതെ മാഡം. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാവുന്ന ഒരു സംരംഭമാണ്. എല്ലാ വകുപ്പുകളിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. പരിസ്ഥിതി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് MLA ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഇവിടെ ഒരു നിയമം പാസാക്കിയല്ലോ. അതിൽ ഞാൻ പെട്ടു. എന്തായാലും മാഡം വേണ്ടത് ചെയ്ത് പ്ലാന്റ് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്യാൻ സഹായിക്കണം. സർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഓ, ഞാൻ ഈ പ്രപ്പോസൽ പഠിച്ചു കഴിഞ്ഞു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പ്ലാന്റിന് അനുമതി നൽകിയ. അവിടെ എത്തുന്ന മാലിന്യങ്ങൾ വരുമ്പോ തന്നെ സംസ്കരിക്കാനുള്ള പ്രാപ്തിയില്ല ഈ പ്ലാന്റിന്. വേസ്റ്റ് കെട്ടിക്കിടക്കും, മലിനജലം ഒഴുകും, അസുഖം പടരും, വിളപ്പൻകോടെന്ന പ്രദേശം തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ ഇത് പരിഗണിക്കാൻ പറ്റില്ല സർ. പ്ലാന്റ് യാഥാർത്ഥ്യമാവുന്നതിന് മുമ്പ് തന്നെ ഓരോ നിഗമനങ്ങളിൽ അങ്ങ് എത്തുകയാണല്ലേ. ഞാൻ പറയുന്നത് വെറും നിഗമനം മാത്രമല്ല സർ, യാഥാർത്ഥ്യം കൂടിയാ. സർ, സാറിനെ പോലൊരു ബിസിനസ്സുകാരനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സാറ് വേറൊരു സ്ഥാപനത്തിന് വേണ്ടി പ്രപ്പോസൽ തരൂ. വിളപ്പിൻകോട് ഒരു നല്ല ആശുപത്രി ഇല്ല. ആശുപത്രി പൂർണ്ണമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോ ലാഭം ഉണ്ടാവുമല്ലോ. ഒരു ആശുപത്രിയെ കുറിച്ച് ചിന്തിക്കാം സർ. അങ്ങനെയാണെങ്കിൽ എന്ത് സഹായത്തിന് ഞാൻ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഒരു പെട്രോൾ പമ്പിന് സാധ്യതയുണ്ട്. മാഡം, വ്യവസായത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണ്ട. അല്ല, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എന്തും മുടക്കാനല്ലേ അറിയൂ. പ്ലീസ് സർ, അങ്ങനെ പറയരുത്. സാധാരണ ഒരു സ്ഥാപനം പോലെ കാണേണ്ടതല്ല സാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പ്ലാന്റ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും. അതുകൊണ്ട് അത് പരിഗണിക്കാൻ വയ്യ സർ. KK ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപനം രാമപുരത്ത് ആവശ്യമുണ്ട്. പക്ഷേ ഈ പ്ലാന്റിന് നിങ്ങൾക്ക് അനുമതി തരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഇതിന് കൺസെന്റ് തരാൻ ബുദ്ധിമുട്ടാണ് സർ. മതി, അതറിഞ്ഞാ മതി. അപ്പൊ ശരി, ഇറങ്ങട്ടെ. വിഷ് യു ഓൾ സക്സസ്.
ഹലോ ചന്ദ്രമതി. ആ ഋഷിക്ക് എന്തോ പറ്റിയതിന് മറ്റുള്ളവരോടാണോ ദേഷ്യം തീർക്കുന്നേ? എന്താ? ആ അരുന്ധതി ത്യാഗരാജനെ തല്ലി. എന്തിനാ? ഋഷിയെ കാണാനില്ലെന്നുള്ള കാര്യത്തിന് ത്യാഗരാജൻ അഭിപ്രായം പറഞ്ഞു. ഋഷി മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ലെന്ന്. അത് കേട്ടപ്പോഴാ തല്ലിയത്. ആ ഋഷിയെ ആരോ തല്ലി കൊന്നിട്ടുണ്ടാവും. ആ ക്രിമിനലിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ? പ്രഭേ, പ്രഭേ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ നിന്നെ വിളിച്ച എന്തിനാന്നറിയോ? നമുക്ക് ഉടൻ തന്നെ അരുന്ധതിയുടെ വീട്ടിൽ പോണം. എന്തിനാ? എന്തിനാന്നോ? എനിക്ക് ചോദിക്കണം. എന്റെ അനിയനെ തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് അവളോട് ചോദിക്കണം. കാര്യം ത്യാഗരാജൻ പ്രശ്നക്കാരനൊക്കെ തന്നെയാ. പക്ഷെ ഇതിലിപ്പോ അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അതുമല്ല, എന്നെ ഒരാൾ ആക്ഷേപിക്കുകയോ തല്ലുകയോ ചെയ്താ അയാളെ കൊന്നിട്ടേ അടങ്ങൂ ത്യാഗരാജൻ. എന്തായാലും ശരി, എനിക്ക് അരുന്ധതിയെ കാണണം. നീയും എന്റെ കൂടെ ഉണ്ടാവണം. ഞാനോ? അതെ, നീയും വരണം. അന്ന് അമ്പലത്തിൽ വെച്ച് ഋഷി നിന്നെ ആക്ഷേപിച്ചില്ലേ? അതിന്റെ കണക്കും ഇപ്പൊ തീർക്കാം. അമ്മയും മോനും ഇനി ആരോടും അഹങ്കാരം കാണിക്കാൻ പാടില്ല. പ്രഭ റെഡിയായി നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ചന്ദ്രമതി ഇങ്ങോട്ട് വരണ്ട. എന്നുവെച്ചാ പ്രഭ ഇങ്ങോട്ട് വരാന്നാണോ? ഇവിടുന്ന് പോവാന്നോ? ഞാൻ എങ്ങോട്ടും ഇല്ല. എവിടെയാന്ന് വെച്ചാ ചന്ദ്രമതി പൊയ്ക്കോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ചെയ്യ്. എന്നെ നോക്കണ്ട. നീ എന്താ പ്രഭ തമാശ പറയാണോ? ഋഷി എന്നെ ആക്ഷേപിച്ചത് ഞാനങ്ങ് മറക്കുക. ത്യാഗരാജനെ അരുന്ധതി തല്ലിയതും അതുപോലെ അങ്ങ് വിട്ടുകളയുന്നതാ നല്ലത്. അരുന്ധതിയുടെ അടുത്തേക്ക് പോണ്ട ചന്ദ്രമതി. നിനക്ക് എന്താ പറ്റിയേ? നീ അങ്ങ് പേടിച്ച പോലുണ്ടല്ലോ. ശബ്ദത്തിൽ ആകെ ഒരു പതർച്ച. അരുന്ധതിയെ പേടിച്ചിട്ടാണോ? നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. നീ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നീയാണല്ലോ എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്നേ. പിന്നെ നിനക്ക് എന്താ സംഭവിച്ചേ? ഋഷി എന്നെ ആക്ഷേപിച്ചപ്പോ നീ വരണ്ടു പോയോ? ഋഷി 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 ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രഭേ, പിന്നല്ലാതെ. ഞാൻ അതൊക്കെ വിട്ടു. ആരുടെയും പുറകെ നടന്ന് പകരം ചോദിച്ച് എന്റെ കുടുംബം താറുമാറാക്കാൻ വയ്യ. എന്താ പ്രഭേ, നിനക്ക് എന്താ സംഭവിച്ചേ? പറഞ്ഞില്ലേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ദേ, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നോടിപ്പ സംസാരിക്കുന്നത് എനിക്കറിയാൻ പാടില്ലാത്ത പ്രഭാവതിയാ. എന്താ പ്രഭേ? ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോ നീ എന്റെ കൂടെ വരില്ലേ? ചന്ദ്രമതി എന്നെ നിർബന്ധിക്കരുത്. ശരി പ്രഭേ, കുറച്ചു നേരത്തെ ഞാൻ ത്യാഗരാജനോട് വലിയ വീരവാദം നടത്തി. തേവക്കാടുള്ളവരെക്കാളും എന്നെ സ്നേഹിക്കാൻ ചന്ദ്രോത്തുകാരുണ്ടെന്ന്. രക്തബന്ധത്തെക്കാളും ഹൃദയബന്ധമാണ് പലപ്പോഴും വലുതെന്ന് ഞാൻ കരുതി. നിന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ കൂടെ നിന്നതുപോലെ എനിക്ക് വേണ്ടി നീയും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുകയൊന്നുമല്ല. സിദ്ധുവിന് വേണ്ടി സാക്ഷി പറയാൻ അന്ന് കോടതിയിൽ വന്നത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ മറികടന്നാണെന്ന് അറിയാലോ. അന്ന് ഞാൻ പ്രാധാന്യം കൊടുത്തത് എനിക്കോ എന്റെ വീട്ടുകാർക്കോ വേണ്ടിയല്ല, നിന്റെ ഭാവിക്ക. ചന്ദ്രമതി ഇപ്പൊ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? ശരി, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒന്നും നടന്നില്ലെന്നേ. ആ ചന്ദ്രോത്തിന്റെ മരുമകളല്ലേ MLA. തറവാടിത്തം കാണിക്കുന്നതായിരിക്കും. ആ നോക്കാം. ശരിയെന്നാ. ഓ സിദ്ധാർത്ഥ സാറേ, 100 ആയുസ. ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. കേക്ക് എന്നെ പറ്റി പറഞ്ഞ ഒന്നും നല്ലതായിരിക്കില്ല അല്ലേ? അയ്യോ,
അതെന്ത് പറച്ചില്ല, നല്ലതേ പറയാനുള്ളൂ. എന്നാ സുഖമാണല്ലോ അല്ലേ? ആ സുഖം. അല്ല, എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ അത്? ആ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാവും ഒരു സൗരഭ്യം. അത് ശരി. കേക്ക് ഇപ്പൊ ബിസിനസ് ഒക്കെ വിട്ട് സാഹിത്യത്തിലേക്ക് തിരിഞ്ഞോ? തിരിയേണ്ടി വരും. പോയ MLA-ക്കാൾ കടുപ്പമല്ലേ വന്ന MLA. ഉം. അല്ല, അത് വെച്ചിട്ടാണേ ഞാൻ ഈ മുല്ലപ്പൂമ്പൊടി ചൊല്ലിയതേ. ചന്ദ്രോത്തിന്റെ ആഢ്യത്വം മരുമോക്കം കിട്ടിയിട്ടുണ്ട്. അത് എന്റേത് കിട്ടിയൊന്നുമല്ല, ജന്മനാ ഉള്ളതാ. ആ, ആ, ദേവിക സത്യന്യായം വിട്ട് ഒന്നും ചെയ്യില്ല. ആ. അതിരിക്കട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? അല്ല, പണ്ട് ചന്ദ്രത്തിന്റെ മുന്നിലേ ഞാനൊരു ഫയല് പ്രസന്റ് ചെയ്തിരുന്നു, വിളപ്പിൻകോട് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച്. ഓ, മാലിന്യ പ്ലാന്റ്. അത് പിന്നെയും പൊടി തട്ടി എടുത്തോ? ജീവിച്ചു പോണ്ടേ സാറേ. ഉം. ദേ, ആ ഫയലാ ഇത്.